നമസ്കാരം. വളരെ മനോഹരമായ ഒരു പാട്ടിന്റെ കൊറിയോഗ്രാഫിയുമായിട്ട് വീണ്ടും സ്വാഗതം. ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പറയുന്നത് ഏതെടുക്കണമെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. നമ്മൾ ചെയ്തത് താല്പര്യമുള്ളവരെ പഠിക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഏത് പാട്ടും ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെട്ട് സോങ് ചെയ്ത് തരാട്ടെങ്കിൽ സമയക്കുറവോ പറഞ്ഞു. അപ്പൊ 5 ശതങ്ങൾ പോരാതെ മന്മഥൻ എന്ന് പറഞ്ഞ പാട്ട് പരിണയിക്കുന്നത് അല്ലെ, ആ പാട്ട് എന്നോട് ആരോ ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ സാമാജിക സഞ്ചാരികൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 5 ശതങ്ങൾ വേഗം ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കില് നിങ്ങൾ താഴെ ഇരുന്നോ അല്ലെങ്കിൽ നിന്നോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൂവെടുത്ത് മാല കോർക്കുമേ, നമ്മൾ ഒരുപാടൊന്നും കോർക്കണ്ട, ഒരു കുറച്ച് കോർത്തു അതൊന്ന് കെട്ടി എന്നിട്ട് ഞാൻ കാല് വെക്കുന്നത് പോലെ വെക്കണം. കെട്ടിയിട്ട് അത് അവനവന്റെ മുടിയിൽ തന്നെ ചൂടിയിട്ട് നിൽക്കും. മനസ്സിലായോ? അതിൽ ചൂടി നിൽക്കും. കാരണം ആ പാട്ട് നായികയെ വർണ്ണിക്കുന്ന പാട്ടാണ്. അപ്പൊ പൂ ചൂടി നിൽക്കേണ്ടത് നായികയാണ്, വേറെ ആർക്കും ചൂടി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു ഉള്ളത്. ഏതെങ്കിലും സൈഡിൽ പോകുന്നത് ഇട സൈഡിൽ കൊണ്ടാക്കുന്നത് ഇട സൈഡാണ്. അപ്പൊ ചൂടി 5 ശരങ്ങളും പോരാതെ മന്മഥൻ എന്നാണ് പിന്നെ പാട്ട് വരുന്നത്. 5 ശരങ്ങളും. അപ്പൊ ഈ നിക്കണ എല്ലാം ചില നായികയുടെ ഭംഗിയൊന്നും കാണിക്കാൻ കൂടെ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ നിന്നിട്ട് 5 ശരങ്ങളും, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ അതിന്റെ. പിന്നെ പോരാതെ മന്മഥൻ കാമദേവൻ നിൻചിരി 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 സായകമാക്കി വിട്ടാക്കി സായകമാക്കി മുമ്പോട്ട് നിൻ പുഞ്ചിരി സായകമാക്കി. ഓക്കെ, ഇവിടെ കൈ വെക്കണം. വീണ്ടും ഒന്നോടെ അതുണ്ടാവുമായിരിക്കും. അപ്പോ 5 ശരങ്ങളും 5 ശരങ്ങളും 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി പുഞ്ചിരി. അപ്പൊ രണ്ടായിട്ട് കളിക്കണം. പുഞ്ചിരി സായകമാക്കി ആക്കി എന്നിങ്ങനെ എടുക്കാം. നന്നായി അഭിനയിക്കേണ്ട പാട്ടാണ്. ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ സൈഡിലേക്ക് നമ്മൾ കാണിച്ചു. അത് നമ്മൾ ആരോടോ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കാണിക്കാം. അപ്പൊ പുഞ്ചിരി സായകമാക്കി 7 സ്വരങ്ങളും 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ. ഓക്കെ, 7 5 2 കേട്ടോ. 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി ശ്രുതി മാറിപ്പോയില്ല, പാട്ട് മാറിപ്പോയി. പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാഗരമാക്കി നിൻമൊഴി സാഗരമാക്കി നിൻമൊഴി സാഗരമാക്കി തേൻമൊഴി. അപ്പോഴത്തേക്ക് നമ്മൾ അത്രയും എടുക്കണം. പൂവ് വണ്ട് തേൻ, തേൻമൊഴി സാധകമാക്കി. സാധകം ചെയ്യുന്നതാണെങ്കിൽ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ പാടുന്നത് തന്നെ വീണ്ടും നമുക്ക് കാണിക്കാം. അപ്പൊ 7 സ്വരം ഒറ്റ കൈ കൊണ്ട് കേട്ടോ. 7 സ്വരങ്ങളും പോരാതെ. ഇതൊക്കെ നമ്മൾ കുറച്ച് ബോഡി മൂവ്മെന്റ്സിൽ അതിന്റെ ഭംഗി വരുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ. അത് 2 പ്രാവശ്യം അല്ലേ. 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി തേൻമൊഴി തേൻമൊഴി സാധകമാക്കി. ഓക്കെ, അപ്പൊ അടുത്ത പിച്ച് നമ്മൾ ഇങ്ങനെ എടുക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 3 4 1 2 3 4 1 2 3 4 1 2 3
3. 1 2 3. 1 2 3. ലാസ്റ്റ് എന്താ പറഞ്ഞത്? അതല്ല മുമ്പ് സ്റ്റെപ്പ് പറഞ്ഞല്ലോ. 1 2 3 4 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. തിരിച്ച് കൈകൊണ്ട് 1 2 3 4. പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ പൂവിനു അത് മോഹിച്ചു കേട്ടോ. അടുത്തത് അപ്പം പത്തര മാറ്റും പോരാതെ. ഈ പത്തര മാറ്റൊക്കെ എങ്ങനെ കാണിക്കും? അതായത് സ്വർണത്തിന്റെ പത്തര മാറ്റ് പോരാതെ മുഖകാന്തി കിട്ടാൻ വേണ്ടി, മുഖപ്പൂവിനെ മുഖത്തിന്റെ ഭംഗി കിട്ടാൻ വേണ്ടി മോഹിച്ചു. പത്തര മാറ്റ് പത്തരമാറ്റ് സീരിയൽ. ഞാൻ വെച്ചാലും മാറ്റം എന്ന് പറയുമ്പോൾ വസ്ത്രം എന്ന് വിചാരിച്ചു. പത്തരമാറ്റല്ലേ ഇളക്കം എന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പം പത്തരമാറ്റും പോരാതെ കനകം. കനകം നമ്മൾ സ്വർണം എന്നുള്ള അർത്ഥത്തിൽ കാണിക്കും. കനകം. അപ്പോൾ പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ പൂവിന് മോഹിച്ചു. അഭിനയത്തിന്റെ ഭംഗിയാണ് പ്രധാനം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ എങ്ങനെയായിരുന്നത്? പത്തരമാറ്റും. പത്തരമാറ്റ് തന്നെ ഭംഗിയാണ്. അപ്പൊ നമ്മള് പത്തരമാറ്റ് തങ്കം നമ്മൾ പറഞ്ഞ പോലെ പത്തരമാറ്റും പോരാതെ കനകം. കനകം നിൻകവിൾ പൂവിന് മോഹിച്ചു. രണ്ടാമത് തുടങ്ങി വീണ്ടും ആദ്യം തന്നെ എടുക്കുക. പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ. അത് കഴിക്കുന്നത് നിൻകവിൾ പൂവിന് മോഹിച്ചു. അതായത് കവിൾ പൂവിന്. ഈ കവിള് മാത്രമായിട്ട് ഭംഗി, ബാക്കിയൊക്കെ വൃത്തിയെടുത്തിരിക്കുന്നില്ല. അപ്പൊ മൊത്തം ഭംഗിയുള്ള മൊത്തം ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ആലോചിച്ച് നോക്കിയല്ലേ, കവിള് മാത്രം നല്ല ചോർന്ന് കൊടുക്കുന്ന അംഗം പോലെ ഇരിക്കും. ബാക്കിയൊക്കെ കാച്ചനാണ്. പറയാൻ പാടില്ല പോലെ. അപ്പൊ മോഹിച്ചു. മോഹിച്ചു കേട്ടോ. 7 നിറങ്ങളും അല്ലെ? അപ്പൊ 7 നിറങ്ങളും. അത് വീണ്ടും നമ്മള് 7 നിറങ്ങളും പോരാതെ മഴവില്ല നിൻകാന്തി നേടാൻ. നേടാൻ കേട്ടോ. നിൻകാന്തി നേടാൻ ദാഹിച്ചു. ദാഹിച്ചു. ദാഹമൊക്കെ മുഖത്ത് ദാഹം വരുന്നില്ല. ദാഹിച്ചു. അപ്പോ വേണമെങ്കിൽ സോറി 7 നിറങ്ങളും പോരാതെ മഴവില്ല. ചെറുകയായി മതിട്ടോ. മഴവില്ല നിൻകാന്തി നേടാൻ ദാഹിച്ചു. രണ്ടാമത് എടുക്കുമ്പോൾ താതേ പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ എടുക്കുമ്പോൾ സോറി 7 നിറങ്ങളും പോരാതെ മഴവില്ല നിൻകാന്തി നേടാൻ ദാഹിച്ചു. 7 നിറങ്ങളും പോരാതെ മഴവില്ല നിൻകാന്തി നേടാൻ ദാഹിച്ചു. ദാഹിച്ചു. 5 ശരം. 5 ശരം അല്ലേ? അതെ. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. പുഞ്ചിരി സായകമാക്കി എന്നിങ്ങനെ മുന്നോട്ട് കയറി വരും. ഒന്നും ഉണ്ടാവില്ല. വീണ്ടും അടുത്ത ബിറ്റാണ്. അപ്പൊ ആ ബിറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? 3 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 അത്രയേ ഉള്ളൂ. പിന്നെ
ഒരു ചെറിയൊരു കഷ്ണം കൂടെ കാണുമായിരിക്കും. അപ്പം 1 2 3 4 1 2 3 4. പിന്നെ നമ്മൾ ഇതെടുത്തില്ലേ, ആ ഭാഗത്ത് വരണതാണ് 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും വെച്ചോട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി, വേണ്ട. 1 2 3 4 1 2 3 4. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ സ്റ്റെപ്സ് മാറ്റിയിട്ടോളൂ, അത് കുഴപ്പമില്ല. അതിൻ്റെ ഓഡിയോ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നു അടുത്ത സൗന്ദര്യം? പറയൂ പറയൂ. നീലിമ തെല്ലും പോരാതെ. പോരാതെ? ഓ അത് ശരി. ഈ നീലിമേനെ എങ്ങനെ കാണിക്കും? സാധാരണ നമ്മൾ കറുപ്പ് കാണിക്കാം, രാത്രി കറുപ്പല്ലേ. നീലിമ തെല്ലും പോരാതെ വാനം നിൻമിഴി നിൻമിഴിണയിൽ കുടിയിരുന്നു. എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ആലോചിക്കണം ഈശ്വര. അപ്പോൾ നീലിമ തെല്ലും പോരാതെ വാനം. ഞാൻ പറയും നീലിമ എന്ന് ഉദ്ദേശിക്കുന്നത് അല്പം കറുപ്പ്, ആകാശത്തിന് ആ കറുപ്പ് പോരാതെ കണ്ണിൽ വന്ന് കുടിയിരുന്നു എന്നാണ് പറയണത്. എങ്ങനെ കാണിക്കാനാ? നീലിമ ഇത് രാത്രി. ഓക്കെ, രാത്രിയുടെ ആ കളർ, രാത്രി ഇരുട്ട്. അപ്പം നമ്മൾ ഇപ്പം ഭഗവാനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ കാളിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് കാണിക്കണത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് നോക്കട്ടോ. നീലിമ തെല്ലും പോരാതെ വാനം. അപ്പോൾ വാനത്തിൻ്റെ ശരീരത്തിൻ്റെ കളറ് എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ നീലിമ തെല്ലും 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 പോരാതെ വാനം നിൻമിഴി ഇണയിൽ കുടിയിരുന്നു. കുടിയിരുന്നു എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണം അല്ലേ. നിൻമിഴി ഇണയിൽ കുടിയിരുന്നു. പിന്നെന്താ അടുത്തത്? എൻ്റെ കൃഷ്ണ, ഭയങ്കരം തന്നെ. മധുവിനു മധുരം പോരാതെ പനി നീർ നിൻചൊടിയിണയിൽ വിടർന്നിർ. അത് പിന്നെ കാണിക്കാം. നിൻചൊടിയിണയിൽ വിടർന്നു നിന്നു. നിൻചൊടിയിണയിൽ വിടർന്നു നിന്നു. ഇവിടെ. അപ്പം ഉദ്ദേശിക്കുന്നത് മധുവിനു മധുരം. എക്സ്പ്രഷൻ വേണമല്ലാതെ പറ്റില്ല കേട്ടോ. മധുവിനു മധുരം പോരാതെ പനി നീർ നിൻചൊടിയിണയിൽ വിടർന്നു നിന്നു. അത്ര എടുക്കാം അല്ലേ. ആദ്യത്തെ എന്തായിരുന്നു? നീലിമ തെല്ലും പോരാതെ വാനം നിൻമിഴിണയിൽ കുടിയിരുന്നു. അല്ലെ, ആ കുടിയിരുന്നു നമ്മളിങ്ങനെ ഓഡിയൻസിനെ കാണിച്ചാൽ മതി. നിൻമിഴിണയിൽ കുടിയിരുന്നു. നീലിമ തെല്ലും പോരാതെ വാനം നിൻമിഴിണയിൽ കുടിയിരുന്നു. മധുവിന് മധുരം പോരാതെ പനി നീർ നിൻചൊടിയിണയിൽ വിടർന്നിരുന്നു. മുഖം പൊത്തി വരിക. എന്നിട്ട് മധുവിനു മധുരം പോരാതെ പനി നീർ നിൻചൊടിയിണയിൽ വിടർന്നിരുന്നു. 5 ശരങ്ങളും. ബാക്കി നിങ്ങൾ കളിച്ചോളൂ. അപ്പം ഇത്രയാണ് അതിൻ്റെ ചെയ്തു തരാൻ പറ്റിയത്. ഇത്രയും പോരെ? ശരി. അപ്പോൾ നല്ല രസമുള്ള പാട്ട്, പക്ഷെ അഭിനയിക്കണം. ഇത് പ്രശ്നം എന്താ വെച്ചാൽ A to Z ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ പറ്റിയ പാട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ ചെയ്തതൊക്കെ വച്ച് നോക്കിയിട്ട് ഇതിലൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ചെയ്തിടാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിടാം. കോപ്പിറൈറ്റ് എന്നുള്ള നിയമം നമ്മൾ നിരോധിക്കണം. അതിന് എന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കണം. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോ. എൻജോയ് ഡാൻസിങ്, സെലിബ്രേറ്റ് ഡാൻസിങ്. താങ്ക് യു.